കണ്ടന്റ് പറയുകയാണെങ്കിൽ അവിഭക്തിക ചൂർണം എന്ന് പറയും. അവിഭക്തിക ചൂർണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റുകൾ ചേർന്നുണ്ട്. ഏകദേശം 40ഓളം ആയുർവേദ ഹെർബുകൾ ചേർന്നാൽ മാത്രമേ അവിഭക്തിക ചൂർണ്ണാവുള്ളൂ. അപ്പോ ആ അവിഭക്തിക ചൂർണമാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ചുരുക്കി പറഞ്ഞ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആന്റാസിഡ് പേര് കൊണ്ട് അറിയാം. നമ്മുടെ അസിഡിറ്റി, നെഞ്ചരിച്ചല്, പുണ്ണ്, വായ്പുണ്ണ്, ഇത് നമ്മളത് സാധനം ഇല്ലേ, ലിവകൈനുണ്ട്. പക്ഷെ ലിവകൈൻ നമ്മൾ 3 മാസത്തെ കോഴ്സൊക്കെ പറയാ. ഇപ്പൊ പെട്ടെന്ന് എന്താ പറയാ, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നെഞ്ചരിച്ചല്, അത് ലിവകൈൻ കൊടുത്ത് സ്പോട്ടിൽ റിസൾട്ട് കിട്ടി ചില ആളൊക്കെ പറയും. പക്ഷെ അത്ര റിസൾട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുന്ന സമയത്ത് കുറച്ചൊക്കെ റിസൾട്ടായി വരുന്നത് താൽക്കാലിക ഒരു ആശ്വാസമാണ്. അത് ലിവറിനെ പെർഫെക്റ്റ് ആയി കൊണ്ടുവരാനുള്ള സമയമൊക്കെ എടുത്ത് അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇത് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സാധനം. ഇത് ഇതേപോലെ തന്നെ ടാബ്ലറ്റാ, ചൂയിങ് ടാബ്ലറ്റാ. വലിയ നമ്മളെ പാൻസിന്റെ ഒക്കെ ബട്ടൺ ഉണ്ടല്ലോ, വലിയ വട്ടത്തുള്ളത്, അതുപോലത്തെ വലിയ വട്ടത്തുള്ള ഒരു 10 എണ്ണം അടങ്ങിയിട്ടുള്ള ഒരു ട്യൂബ്, അങ്ങനത്തെ 3 ട്യൂബ് ഉണ്ടാവും ഒരു ബോട്ടിലിൽ, അല്ലെങ്കിൽ ഒരു കവറിൽ 3 ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് വായിടുക, അതങ്ങനെ അരിച്ചെറുക. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജലൂസിൽ, അലോപ്പതിയിൽ ജലൂസിൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, അസിഡിറ്റിക്ക് കൊടുക്കുന്ന സാധനം. അതും ഇതുപോലെ തന്നെ അരിച്ചെറുക്കുന്ന. അതേപോലെ കെമിക്കലുകളല്ല, അതേ സമയത്ത് ഇതെന്താണ്, ഇത് ആയുർവേദത്തിലെ ഏറ്റവും നല്ല മോളിക്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്ത് പറയാ, ഈ പറയുന്ന ആന്റാസിഡ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് പറയുന്ന സാധനം, ഈ പറയുന്ന ആന്റാസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. നന്നായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്കിന്നിന് അതേപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോ ഇതിന് ഇൻഗ്രീഡിയൻസ് കൂടെ മൊത്തത്തിൽ പറഞ്ഞുതരാം. ഞാനത് വെറുതെ ഗൂഗിളിലും സെർച്ച് ചെയ്യട്ടെ. അപ്പോ അവിഭക്തിക ചൂർണത്തിന് അത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, കണ്ടന്റുകൾ. അപ്പൊ അതിനകത്ത് പറയുന്നത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കുറെ സാധനമാണ്. ശുന്ഠി, മരീച, പിപ്പലി, ഹരിതകി, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിപീതകി, ആംലക്കി എന്ന് പറഞ്ഞാൽ നെല്ലിക്കാണ് കേട്ടോ, മുസ്ത. അത് വിട ലവന എന്നൊക്കെ അതിനകത്ത് കാണുന്നത്. വിട ലവന എന്നൊക്കെ പറഞ്ഞത് ശാസ്ത്രീയ നാമാണ്. നമ്മളെ ഇതാണ് കറുവപ്പട്ടയാണ് സാധനം. ലവംഗം എന്ന് പറയുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഏലക്കായി, ജാതിപത്രി, ഇങ്ങനത്തെ സാധനമൊക്കെ അതിനകത്തുള്ളത്. ശർക്കര, അതുപോലെ ത്രിഫല, അത് കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇറങ്ങിയുള്ള സാധനം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കണ്ടന്റുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് അവിഭക്തിക ചൂർണം. അത് സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാനും സഹായിക്കും. അതിന്റെ കൂട്ടത്തില് അവിഭക്തിക ചൂർണം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന്, എന്തെങ്കിലും ഒരു പൊടി, എന്തെങ്കിലും ഒരു സാധനം പൊടിയാന്ന് കേൾക്കണ്ട. കുറെ ആയുർവേദ ചേരുകൾ ചേർന്ന് നമ്മൾ കർക്കിടക മാസത്തില് പ്രസവരക്ഷക്ക് കൊടുക്കുന്ന കുറെ മരുന്നുണ്ടല്ലോ, മറ്റേ വാക്കിന് മരുന്ന് എന്നാ പറയാ. അതിനകത്ത് കുറെ കണ്ടന്റുകൾ ചേർന്നിട്ടാണ് ഒരു മരുന്ന് എന്ന് പറയുന്നത്. അതേപോലെ അവിഭക്തിക ചൂർണം എന്ന് പറഞ്ഞാൽ 40ഓളം ചേരുവകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാ കോമ്പിനേഷനും കൂടെ ചേരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡന്റ് കൂടെയാണ് ഈ പറയുന്ന അവിഭക്തിക ചൂർണം. അത് ആണ് ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്ന സാധനം. അപ്പോ നമുക്ക് 4 പ്രൊഡക്റ്റാണ് ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹെൽത്തിയർ എന്ന് പറയുന്നത്, അത് ഓൾ ഓവർ ബോഡിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആദ്യം പറഞ്ഞ സാധനമാണ്. എന്ത്? മുരിങ്ങ. ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ നമ്മൾ വൈറ്റമിൻ സി ടാബ്ലറ്റ്. അപ്പോ ഈ പറയുന്ന ആദ്യം പറഞ്ഞ ഉൽപ്പന്നം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത 3 നിങ്ങൾ വേണ്ട, അല്ലെങ്കിൽ അടുത്ത 2 വേണ്ട. 1 കുട്ടികൾ എന്തായാലും വേണമല്ലോ, അവർക്ക് ഇത് കൊടുക്കാനാവില്ല. അപ്പോ അവർക്ക് മുരിങ്ങ കൊടുക്കാനാവില്ല, അവർക്ക് ആയുർവേദം തന്നെ കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2ാമതും 3ാമതും പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം നിങ്ങൾക്ക് വരില്ല. 2ാമത്തെ പറഞ്ഞ എന്താ, നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്. 3ാമത് പറഞ്ഞത് ആന്റാസിഡ്. ഇത് 2ന്റെ ആവശ്യം നിങ്ങൾ ആദ്യം പറഞ്ഞ ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ വരില്ല. ഇനി ഇത് കമ്പനി നമുക്ക് ഇതുവരെ തന്ന വെൽനസ് പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത, വർഷത്തിൽ 1-2 മാസം നമ്മൾ വെൽഹാർട്ട് കഴിച്ചാൽ മതി. വർഷത്തിൽ 1 മാസം അങ്ങനെ യൂറിക് ആസിഡിനുള്ള അല്ലെങ്കിൽ യൂറി ഫ്ലഷ് കഴിച്ചാൽ മതി. ഒരു വെൽനസ് എന്നുള്ള രീതി കാണുന്ന സമയത്ത് വർഷത്തിൽ 1 പ്രാവശ്യം. അത് യൂറി ഫ്ലഷ് ടാബ്ലറ്റ് ആണെങ്കിൽ വർഷത്തിൽ 1 മാസവും, സിറപ്പ് ആണെങ്കിൽ ഒരു 1.5 മാസം കോഴ്സായി കഴിച്ചാൽ നമുക്ക് ആ വർഷം നമ്മൾ പെർഫെക്റ്റ് ആണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഡെയിലി
ഡെയിലി കൺസ്യൂമാണ്, നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. റെഗുലർ ആയിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ കിടന്ന കിടപ്പിൽ കുറെ കാലം ജീവിക്കാനല്ല, ആരോഗ്യത്തോടു കൂടെ തന്നെ കുറെ കാലം ജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ ഹെർബാണ് മുരിങ്ങ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, മുരിങ്ങ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് ഇത് കേട്ട എല്ലാ ആളുകളും ഇന്ന് മുതൽ സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായി നിങ്ങൾ എല്ലാവരും ഇതിനെ തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായും നമ്മളൊക്കെ ഏറ്റവും ആരോഗ്യമുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവും. ഇതുവരെ പറഞ്ഞു നടക്കുന്ന നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് വിൽക്കുന്ന നമ്മൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്നത് ആളുകൾ കുറക്കും. ഇവരൊക്കെ വെറുതെ നമ്പർ അടിച്ച് നടക്കുന്ന ആൾക്കാരെന്ന് പറയും. എന്നാൽ നമ്മൾ എല്ലാ സമയത്തും ചുറുചുറുക്കോടെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരസുഖവും ഇല്ലാതെ ഒരുപാട് ആളുകൾ മാറുന്നത് കണ്ടു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഈ മേഖലയിൽ ഭയങ്കര എതിർപ്പ് തന്നെയാണ്. കാരണം ഇന്ന് ഒരു അടിസ്ഥാനപരമായ കണക്കുകളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു. ഗവൺമെന്റ് പറയുന്നത് ഇന്ന് അലോപ്പതി മേഖലയിലുള്ള ഫാർമസിയിൽ കച്ചവടം കുറഞ്ഞു വരുമെന്നാണ്. അവർക്ക് ബിസിനസിന്റെ ഒരു റേഷ്യോ കുറഞ്ഞു വരുന്നു. വേറെ ഒന്നുമല്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. സുബ്രഹ്മണ്യ സാറും ഇതിനകത്ത് ഇപ്പൊ എത്ര ആള്? 57 ആള് ടോട്ടൽ ഉണ്ട്. ഈ 57 ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഏകദേശം നിർത്തിയിട്ടുണ്ടാവും. 57 ആളുകളുടെ മെഡിസിന്റെ കച്ചവടം പോയി. 65 ആളുകളും ഹോസ്പിറ്റലിൽ പോകുന്ന കുറച്ച് സ്വാഭാവിക. ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അവിടെ പോയി നോക്കൂ എന്താ പ്രശ്നം, ഡോക്ടറോട് ചോദിക്കുക. അപ്പൊ ഡോക്ടർ പറയും ഇന്ന പ്രശ്നമുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ ലീഡറെ വിളിച്ചു, അല്ല സാറേ ഇന്നേ പ്രശ്നത്തിൽ നമ്മളെ പ്രൊഡക്റ്റ് എന്താ ഉള്ളത്? നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതും മെഡിക്കൽ ഷോപ്പ് പോകുന്നതും കുറച്ചു. സ്വാഭാവികമായും മെഡിക്കൽ ഫീൽഡിൽ ഇത് വലിയ ഇടിവുണ്ടാക്കുകയും നമ്മുടെ ഫീൽഡിൽ ആളുകൾ ആരോഗ്യത്തിനെ പറ്റി ഒരു ബോധവാന്മാരായി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ബോധവൽക്കരണം നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇന്ന് മെഡിക്കൽ ഫീൽഡ് എങ്ങനെയാണോ ലാഭം ഉണ്ടാക്കുന്നത്, കൊള്ള ലാഭമാണ് അവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് കൊള്ള ലാഭമൊന്നും വേണ്ട. നമുക്ക് ആ ലാഭം വഴിതിരിച്ചു വിട്ട് എന്റെയും നിങ്ങളെയും ജീവിതത്തിലേക്ക് അതിന്റെ ലാഭം എത്തിക്കാനും നമുക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയും സൂപ്പർ പ്രൊഡക്റ്റുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഓഫറുകൾ കമ്പനി വെച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഒരു മിനിറ്റ്, ഈ പ്രൊഡക്റ്റ് എത്ര വയസ്സ് മുതൽ കൊടുക്കാന്നുണ്ടോ? ഏത്? ഞാൻ ആദ്യം പറഞ്ഞത് 6 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ കൊടുക്കാം. അല്ല സോറി, അവസാനം പറഞ്ഞത്, അതായത് ആയു എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് ആണ്. 6 മാസം പ്രായമുള്ള കുട്ടികൾ, അതിന് 4 മാസം ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് 5 തുള്ളി കൊടുത്താൽ മതി. അതൊക്കെ ലാസ്റ്റ് പറഞ്ഞില്ലേ? മുരിങ്ങ ഏത് ചെറിയ കുട്ടി, പിന്നെ 5 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടിയെ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. മുരിങ്ങ ഏത് കുട്ടിയൊക്കെ കഴിച്ചുകൂടാത്തത്? അതിനകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങയും മഞ്ഞളും കുരുമുളകും. ഇതാർക്കും കഴിക്കാൻ പറ്റാത്തത്? ഏത് കുട്ടിയെ കഴിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞ പ്രായമൊക്കെ നമുക്കൊരു പേടി പിന്നെയുണ്ട്. കാരണം ഇതൊക്കെ ഒരു മരുന്നാണോ, മെഡിസിൻ ആണോ? മെഡിസിൻ അല്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. മുരിങ്ങ കഴിച്ചാൽ ഒരാൾക്കും ഒരു ദോഷവും വരാനില്ല, ഗുണം മാത്രമേ ഉള്ളൂ. കുരുമുളക് വയറ്റി ചെന്നാൽ ഒരാൾക്കും ദോഷമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ കുരുമുളക് ഒരു പരിധി കഴിഞ്ഞാൽ കിഡ്നീനെ ബാധിക്കും കേട്ടോ. പക്ഷെ കുരുമുളക് 100 ഗ്രാമൊന്നും അല്ലല്ലോ എടുത്ത് കഴിക്കുന്നത്, ഒരു ക്യാപ്സൂൾ അല്ലേ. അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ലിമിറ്റ് ഇല്ലേ, അത് നിങ്ങൾക്ക് സ്ഥിരമായി കഴിക്കാം. നമ്മളെ മത്തിയൊക്കെ കുരുമുളക് ഇട്ട് വെക്കൂലേ, അതിനകത്ത് നമുക്ക് എരിവ് സഹിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഇല്ല. അതിനപ്പുറത്ത് നമ്മൾ ഇടില്ലല്ലോ, കിഡ്നിക്കൊന്നും ബാധിക്കില്ല. അപ്പൊ ഇത് ഒരുപാട് എടുത്ത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മള് കറിയിൽ ഉപ്പിടാറുണ്ട്, ഉപ്പ് ടേസ്റ്റിന് ഇടുന്നതാ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇതുവരെ വാങ്ങിയ ഉപ്പിന്റെ അളവ് നോക്കിയാൽ കിൻഡൽ കണക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട് വീട്ടില്. മൊത്തത്തിൽ നമ്മളെ ജീവിതത്തിൽ ഏകദേശം ഒരു 30 കിലോ 40 കിലോ 50 കിലോ ഒക്കെ നമ്മളെ വയറ്റിൽ പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒറ്റ അടിക്ക് ഒരു 100 ഗ്രാം വേണ്ട 50 ഗ്രാം കുരുമുളക് ഉപ്പ് ഒന്നിച്ച് കലയിൽ കുടിച്ച ആള് തീരുവാ സ്പോട്ടില്. അത് ഒരു ലിമിറ്റഡ് ശരീരത്തിൽ താങ്ങാൻ പറ്റുന്നത്. അത്രേ പറഞ്ഞതേ ഉള്ളൂ. ഇനി കുരുമുളക് കഴിക്കുമ്പോൾ എന്റെ അമ്മ കിഡ്നി പോകുന്ന പേടിക്കൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ കുരുമുളക് ഉപയോഗിച്ച പ്രശ്നമൊന്നുമില്ല. ഒരുപാട് വാരി കഴിക്കുന്നത് കിഡ്നിക്ക് ബാധിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ വാരി കഴിക്കാറില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഇതിനകത്ത് ചെറിയ അളവിലേ ഉള്ളൂ. സ്ഥിരമായി വളരെ ചെറിയ അളവിൽ പോഷകങ്ങൾ കിട്ടുന്ന തരത്തിലാണ് നമ്മൾ എല്ലാ ഡിസൈനിങ്ങും ഉള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റൊന്നും ചില്ലറക്കാരൊന്നും അല്ല. അവരിതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി കൃത്യമായ അളവിലും ചേരുവകളൊക്കെ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അതുകൊണ്ടൊരു പേടിയും പേടിക്കണ്ട. അപ്പൊ മുരിങ്ങയിലുള്ളത് മഞ്ഞള്, കുരുമുളക്, ഈ പറഞ്ഞ മുരിങ്ങ ഇല. മുരിങ്ങയുടെ ഒരു പാർട്ട് ഒഴിവാക്കാനില്ല കേട്ടോ. മുരിങ്ങയുടെ വേര് ഔഷധമാണ്. നമുക്ക് ഏറ്റവും അതിന് ചെറിയൊരു ടിപ്പ് പറയാം. ഒരൊറ്റ മൂലിയാണ്. നല്ല മൂക്കടപ്പ്, ഒരു രക്ഷയില്ല. മൂക്ക് തുറക്കുന്നില്ല, 2 മൂക്ക് അടഞ്ഞ് വായി കൂടിയാണ് ശ്വാസം കഴിക്കുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനം. ശ്രദ്ധിക്കണം, അങ്ങനെ അടിക്ക് ചെയ്യണ്ട. 2 നമ്മളെ നാട്ടിൽ വെളുത്തുള്ളി, നമ്മൾ
കാൽസ്യമുള്ള സാധനം ഉണ്ടല്ലോ, വെളുത്തുള്ളി, 2 വെളുത്തുള്ളി, മുരിങ്ങയുടെ വേരിന്റെ തൊലി ഒരു കഷ്ണം, അത് രണ്ടും കൂടി എടുത്തത് ഒരു കോട്ടൺ തുണിയിൽ, ചെറിയ കഷ്ണം കോട്ടൺ തുണിയിൽ ഉള്ളിൽ വെച്ചിട്ട് ഏതെങ്കിലും കല്ലൊടിച്ച് 2 കുത്തു വെച്ച് കൊടുത്ത് ചെറുങ്ങനെ മൂക്കിലേക്ക് വലിച്ചാൽ അതങ്ങ് തുറന്നു പോകും. അപാര സാധനം. വലിച്ചു കയറ്റിയാൽ തലയോട്ടി കയറി പോവുകയും ചെയ്യും. അവരെ കേട്ടാ നിൽക്കണ്ട, ഓരോന്ന് പറഞ്ഞു തന്നിട്ട് വേണ്ടാത്ത പണി കേൾക്കണ്ട. അപ്പൊ ചെറുങ്ങനെ വലിക്കുകയാണെങ്കിൽ മൂക്കടപ്പിന് മാറ്റം ബെസ്റ്റ് സാധനം. അത് മുരിങ്ങയുടെ വേര് ഔഷധ ഗുണമാണ്. മുരിങ്ങയുടെ കായ് ഔഷധ ഗുണമുള്ള സാധനം. മുരിങ്ങയുടെ കുരു ഏറ്റവും നല്ല വാട്ടർ പ്യൂരിഫയറാണ്. കൂട്ടത്തിന്റെ ജോലിക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ കിണറ്റില് ക്ലോറിൻ കൊണ്ടിടും, പറയാ നല്ല പറയാം ബ്ലീച്ചിങ് പൗഡർ. എന്റെ വീട്ടിൽ അടുപ്പിക്കില്ല, ഞാൻ വാങ്ങി വെക്കുള്ളൂ. പഞ്ചായത്തുകാർ വന്നാൽ പറയും ഇങ്ങ് തന്നേക്ക്, ഞാൻ ഇട്ടോളൂ, അതിന്റെ അകത്ത് മീനുണ്ടെന്ന് പറയും, ഇടാൻ സമ്മതിക്കില്ല. മീൻ ചത്തു കൊണ്ട് ഇപ്പൊ ഞാൻ ഇടാൻ സമ്മതിക്കില്ല, ഞാൻ ഇട്ടോളൂ എന്ന് മറ്റു വാങ്ങിയേക്കുക. തന്നില് അല്ലെങ്കിൽ അവർ തരൂല. ആ മീന് ചത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് മീനെടുത്ത് ഞാൻ ഇട്ടോളൂ. അവരെന്തായാലും അത് നിൽക്കില്ല, മീനെടുക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ വാങ്ങിയിട്ട് അവിടെ കിട്ടേക്കും, പറമ്പിലിട്ടേക്കും, ഞാൻ ഇടൂല കിണറ്റില്. എന്നിട്ട് ഞാൻ എടുക്കുന്ന പണി മുരിങ്ങക്കായ് ചെലച്ച് ഉണങ്ങിയിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ഉണങ്ങിയ മുരിങ്ങക്കായ ഉണ്ടാവും. അതിന്റെ കുറെ ഉണങ്ങിയ വിത്തെടുത്തിട്ട് ഈ പറയുന്ന പോലെ തന്നെ ചെറുങ്ങനെ 2 കല്ല് ഒന്ന് കുത്തി പൊട്ടിച്ച് അത് ഒരു ചെറിയ കിഴിയാക്കി വെള്ളത്തിൽ തൂക്കിയിട്ടേക്കും. നിങ്ങൾ ആ വെള്ളം എടുത്തുകൊണ്ട് സാമ്പിൾ ടെസ്റ്റ് കൊടുത്തു നോക്ക്, ഒരു അണുക്കളോ അതിനകത്തുണ്ടാവില്ല. നിങ്ങൾ പറയുന്ന പോലെ കോളിഫോം ബാക്ടീരിയ പോലെ കുറെ ബാക്ടീരിയ ഉണ്ടല്ലോ, എന്താ പറയാ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനം മുരിങ്ങ. അപ്പൊ അങ്ങനെ ഔഷധ ഗുണം അതിനുണ്ടെന്ന് പറഞ്ഞ. അപ്പൊ മുരിങ്ങയുടെ കുരു, മുരിങ്ങയുടെ കായ്, മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ വേര്, ഒരു സാധനം ഒഴിവാക്കാനില്ല. മുരിങ്ങയുടെ തൊലിയൊക്കെ ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഔഷധ മൂല്യമുള്ള പാർട്ടാണ്. മുരിങ്ങയുടെ തൊലി, മരത്തിന്റെ തൊലി തന്നെ നമ്മുടെ വെരിക്കോസ് വെയിൻ പോലുള്ള ചികിത്സക്ക്, തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ സാധനം. അപ്പൊ മുരിങ്ങ ഒരു ഭാഗം പോലും ഒഴിവാക്കേണ്ടതില്ലാത്ത ഒരു ഔഷധ ഗുണമുള്ള ഭക്ഷണമാണ് മുരിങ്ങ. ധൈര്യത്തിൽ എല്ലാവർക്കും കൊടുക്കാം, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആരെയും പേടിക്കേണ്ട, ധൈര്യത്തിൽ കൊടുക്കാം. ഇത് കൊടുക്കുന്ന ആൾക്ക് ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി കൊടുക്കേണ്ടതില്ല, ആന്റാസിഡ് കൊടുക്കേണ്ടതില്ല സാർ. കാരണം ഈ സ്ഥിരമായിട്ട് മുരിങ്ങ കഴിക്കുന്ന ആൾക്ക് ഒന്നും വരില്ല.